ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് എന്ന് പറഞ്ഞ് പപ്പിയെ അടിക്കാൻ ഒരുങ്ങിയതായിരുന്നു കാർത്തിക. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് ശാലിനി വരികയും കാർത്തികയുടെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ശാലിനി അവിടെ കണ്ട കാർത്തിക ഒന്ന് ഞെട്ടി. കാരണം ശാലിനി ആ വീട് വിട്ട് പോയതായിരുന്നു. തിരികെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് കാർത്തികയും വിചാരിച്ചില്ലായിരുന്നു. തൊട്ടു പോകരുത് എൻ്റെ കുഞ്ഞിനെ എന്ന് ശാലിനി കാർത്തികയോട് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, തൊട്ടാൽ നീ എന്ത് ചെയ്യും? പറയടി എന്ത് ചെയ്യുമെന്ന്. ഇവൾ എൻ്റെ മുറി കയറി എന്താ ചെയ്തെന്ന് നിനക്കറിയാമോ? ഇവളെ തല്ലുകയല്ല കൊല്ലുകയാണ് വേണ്ടത് എടി എന്ന് പറഞ്ഞ് വീണ്ടും പപ്പിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു കാർത്തിക. എന്നാൽ കാർത്തികയെ പിടിച്ച് ശാലിനി കാർത്തികയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിച്ചു. നീ എന്നെ വീണ്ടും തല്ലിയല്ലേ? ഇവിടെ വന്ന് എന്നെ തല്ലാൻ മാത്രം എന്ത് അവകാശം നിനക്ക്? നിന്റെ അധികാരവും അവകാശവും ഒക്കെ അവിടെ ശാരദാമ്മയുടെ വീട്ടില്. ഇതിപ്പോൾ എൻ്റെ വീടാണ്. എൻ്റെ ഭർത്താവാകാൻ പോകുന്ന വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടൻ്റെ ഫാമിലിയും ഞാനും താമസിക്കുന്ന വീട്. ഇത് കേട്ട് ശാലിനി ചോദിക്കുന്നു, നിന്റെ വിഷ്ണുവേട്ടനോ എന്ന്. അത് നീ മാത്രം ഒന്ന് വിചാരിച്ചാൽ മതിയോ എന്ന് ശാലിനി. മതി, ഞാനും സത്യാമ്മയും മാത്രം വിചാരിച്ചാൽ മതി, വിഷ്ണുവേട്ടൻ പോലും വിചാരിക്കണ്ട എന്ന് കാർത്തിക പറയുന്നു. അറിയാലോ നിനക്ക് സത്യാമ്മേ, ഇനിയിപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോ, നാളെ ഞങ്ങളുടെ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കുകയാണ്. പിന്നെ ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ കല്യാണവും. അത് നാളെ തന്നെയെങ്കിൽ നാളെ തന്നെ. ഒരു കൊച്ചു വേറെ ഉണ്ടായിട്ട് നീ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷ്ണുവേട്ടനെ തന്നെ ഒരു സംശയം വേണ്ട, ഞാൻ സ്വന്തമാക്കിയിരിക്കും. പിന്നെ ഈ വീട്ടിൽ ആര് വീഴണമെന്നും വാഴണമെന്നും ഞാൻ തീരുമാനിക്കുമെന്നും കാർത്തിക പറയുന്നു. ഈ കാർത്തിക എന്ന് ശാലിനിയുടെ മുഖത്ത് നോക്കി തന്നെ കാർത്തിക വെല്ലുവിളിക്കുകയാണ്. വലിച്ച് പുറത്തിടും ഈ മൂന്നിനെയും ഞാൻ ഈ വീട്ടിൽ നിന്ന്. നീ കരുതിയിരുന്നോ? ഇത്രയും പറഞ്ഞിട്ട് കാർത്തിക അവിടെ നിന്ന് പോയി. കാർത്തിക പോയ സമയം ശ്യാമ എണീറ്റിരിക്കുന്നു. കരഞ്ഞുകൊണ്ട് കുഞ്ഞേച്ചിയെന്ന് വിളിച്ചു. പപ്പിയോട് ശാലിനി ചോദിക്കുന്നു, മോള് പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ, ചേച്ചിയമ്മയില്ലേ ഇവിടെ. ആ മുഹൂർത്തം കുറിക്കപ്പെടില്ല ശ്യാമയെ, കുറിക്കപ്പെടാൻ പാടില്ല എന്ന് ശാലിനി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം മുഹൂർത്തം കുറിക്കാനുള്ള ആ തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. ഡേറ്റ് കുറിക്കാനുള്ള എല്ലാവരും ഹാളിൽ തന്നെയുണ്ട്. കുട്ടികൾ മനസ്സുകൊണ്ട് ഒന്നായതാ. പക്ഷെ അതുപോലല്ലോ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഇവർ തമ്മിലുള്ള നാൾ പൊരുത്തം കൂടി ഒന്ന് നോക്കണം. ഇപ്പോഴത്തെ പുതിയ തലമുറ അതൊന്നും കാര്യമാക്കുന്നില്ല. അതിന്റെ ഫലം അവർ അനുഭവിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് രണ്ടുപേരും കോടതി വരാന്തയിലാണ് എന്ന് തിരുമേനി പറയുമ്പോൾ രാഘവൻ പറയുന്നു, ഇതെല്ലാം നോക്കി നടത്തിയവരും കോടതി വരാന്തയിൽ നിൽക്കുന്നുണ്ട്. അത് അവരുടെ ജന്മരാശിയുടെ ദോഷമാണ് രാഘവൻ സാറേ. പിന്നെ കുടുംബജീവിതം പൂർണ്ണമാകണമെങ്കിൽ നാൾപ്പൊരുത്തം മാത്രം നോക്കിയാൽ പോരാ, ഭാഗ്യവും വേണം. വന്ന് കയറിയവർ നന്നായില്ലെങ്കിൽ നിന്നവർ പുറത്തു പോകേണ്ട അവസ്ഥയാണല്ലോ ഇപ്പോൾ. വന്ന് കയറേണ്ട പെണ്ണിന്റെ രാശി അത് നന്നായില്ലെങ്കിൽ എല്ലാം പോയി എന്ന് ജോത്സ്യരെ വിളിച്ചു വരുത്തുന്നത് എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ പൊരുത്തം നോക്കി നടത്താനാ, അല്ലാതെ ജ്യോതിഷ ശാസ്ത്രം കേൾക്കാനല്ല. എന്നാൽ കാര്യത്തിലേക്ക് കടക്കാം എന്ന് അദ്ദേഹം. 10 ഒരു 7 പൊരുത്തം ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ വെച്ച് ഒപ്പിക്കാവുന്നതേ ഉള്ളൂ. വിവാഹം നടന്നു പോയത് കൊണ്ട് ഇനി ചേർക്കാതിരിക്കാനും പറ്റില്ലല്ലോ എന്ന് അദ്ദേഹം. അപ്പോൾ അങ്ങനെയും ചെയ്യാമെന്ന് രാഘവൻ. ജോത്സ്യം സത്യമാണ്, അത് പക്ഷേ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എവിടെ നമ്മുടെ വരനെ കണ്ടില്ലല്ലോ എന്ന് ജോത്സ്യൻ. വിഷ്ണുവിനെ വിളിക്കുകയാണ് ഭാമ. വിഷ്ണു അവിടേക്ക് വരുന്നു. കാർത്തിക സന്തോഷത്തോടെ തന്നെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മകൻ വിഷ്ണു എന്ന് ഭാമ ജോത്സ്യനോട് പറയുന്നു. ഒരു താല്പര്യമില്ലാതെ വിഷ്ണു അവിടേക്ക് ഇരിക്കുകയാണ്. ഇതാണ് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. രണ്ടുപേരും ഇങ്ങനെ 2 ധ്രുവങ്ങളിൽ ഉണ്ടായാൽ എങ്ങനെയാ, നിങ്ങളൊന്ന് ചേർന്നിരിക്കുമോ എന്നൊക്കെ ജോത്സ്യൻ അവരോട് പറഞ്ഞു. ആദ്യം നോക്കേണ്ടത് രണ്ടുപേരുടെയും മനസ്സിന്റെ പൊരുത്തമാണ്. അതുണ്ടെങ്കിലേ മറ്റെന്ത് പൊരുത്തവും നോക്കിയിട്ട് കാര്യമുള്ളൂ എന്നും ജോത്സ്യൻ പറയുമ്പോൾ ഭാമ കാർത്തികയുടെ വിഷ്ണുവിന്റെ അരികിൽ പോയിരിക്കാൻ പറയുന്നു. 2 തവണ സത്യഭാമ പറയുന്നുണ്ട്. അങ്ങനെ കാർത്തിക വിഷ്ണുവിനരികിൽ പോയിരിക്കുന്നു. സാക്ഷാൽ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പോലെ തന്നെ എന്നവർ പറയുമ്പോൾ ആ നിമിഷം ശാലിനി അവിടേക്ക് വരുന്നു. ഇതെല്ലാം ശാലിനിയും കേൾക്കുന്നുണ്ട്. ഇരുവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് മറ്റൊരു നാരിയുടെ ആഗമനവും ശുഭലക്ഷണമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സത്യഭാമ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുമെന്നും തിരുമേനി പറയുന്നു. നിമിത്ത ശാസ്ത്രം അതാണ് കാണിക്കുന്നത്. ഇന്നത്തെ വകയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ജോത്സ്യൻ പറഞ്ഞുണ്ടാക്കുന്നുണ്ടെന്ന് രാഘവൻ മനസ്സിൽ വിചാരിക്കുന്നു. എന്നാൽ പിന്നെ ബാക്കി പൊരുത്തം നോക്കാമല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ പൊരുത്തം നോക്കുന്നു. വിഷ്ണുവിന്റെ നക്ഷത്രം രേവതി, കാർത്തികയുടെ ജന്മനക്ഷത്രം കാർത്തിക. ജനന സമയം എപ്പോഴാണെന്ന് കൂടി പറഞ്ഞോളൂ എന്ന് ചോദിക്കുന്നു. അനാഥയാണെന്ന് പറഞ്ഞ് ഞാനെങ്ങനെയാ ജനന സമയം പറയുന്നതെന്ന് കാർത്തിക വിചാരിക്കുന്നുണ്ട്. എടുത്തു വളർത്തുന്നവർ ജനന സമയം നോക്കിയിട്ടല്ലല്ലോ കുട്ടികളെ വളർത്തുന്നത്. സമയം പറയാതിരിക്കുന്നതാ ബുദ്ധി. ചിലപ്പോൾ
ഇയാൾ അതുകൂടെ നോക്കി എൻ്റെ കഥകൾ വിളിച്ചു പറഞ്ഞാലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാ ബുദ്ധിയെന്ന് കാർത്തിക വിചാരിക്കുന്നു. കുട്ടി ജനന സമയം പറഞ്ഞോളൂ എന്ന് ജോത്സൻ വീണ്ടും പറയുന്നുണ്ട്. മോളെ പറഞ്ഞു കൊടുക്കുന്ന ഭാമ. അത് എനിക്കെൻ്റെ ജന്മസമയം അറിയില്ല എന്ന് കാർത്തിക. നാൾപ്പൊരുത്തം കുഴപ്പമില്ല, ജന്മസമയം അറിയാതെ ജാതകം കുറിക്കാൻ കഴിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്താണ് സത്യാമ്മേ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ, ജോത്സ്യരെ തെറ്റ് എന്റേതാണ്. കാർത്തിക ഒരു അനാഥയാണെന്നുള്ള കാര്യം ഞാൻ ജോത്സ്യരിൽ നിന്ന് മറച്ചു വെക്കുന്നതായിരുന്നു. കാർത്തിക ജനിച്ചതും വളർന്നതും ഒരു അനാഥാലയം പോലെ ഒരു ആശ്രമത്തിലാണ് എന്ന് ഭാമ പറയുമ്പോൾ, അപ്പോൾ പിന്നെ ജാതകം കുറിച്ച് പൊരുത്ത് നോക്കാൻ ഇപ്പോൾ എന്താണ് ഒരു മാർഗമെന്ന് ജോത്സ്യൻ പറയുമ്പോൾ ശാലിനി വിളിച്ചു പറയുന്നുണ്ട്. ജോത്സ്യരെ എന്ന് പറഞ്ഞ് ശാലിനി അവിടേക്ക് വന്നു. ഈ കളവ് പറയുന്നവരെ കണ്ടുപിടിക്കാൻ ജോത്സ്യത്തിൽ വല്ല വഴിയുമുണ്ടോ എന്ന് ശാലിനി ചോദിക്കുന്നു. മഷിനോട്ടം കൊണ്ട് കാണാതായ കളവ് മുതൽ കണ്ടുപിടിക്കാം. എന്നാൽ പിന്നെ അതൊന്ന് പ്രയോഗിച്ചാൽ അനാഥയാണെന്ന് പറയുന്ന ഇവരുടെ നാടും കൂടും കുടുംബവും കൂട്ടുകാരും എല്ലാം എന്തിന് ഇവരുടെ ജില്ല വരെ തെളിഞ്ഞു വരില്ലേ എന്ന് ശാലിനി. ഇത് എൻ്റെ മകന്റെ വിവാഹത്തിന്റെ മുഹൂർത്തം കുറിക്കുന്ന ചടങ്ങാണെന്ന് ഭാമ ശാലിനിയോട് പറയുന്നു. ഇവിടേക്ക് നിന്നെ ആരും അഭിപ്രായം പറയാൻ വിളിച്ചില്ല എന്നും ഭാമ പറയുന്നു. ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് വിഷ്ണുവേട്ടൻ പറയട്ടെ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണുവിനോട് ഭാമ പറയുന്നു, എടാ വിഷ്ണു, ഇവളോട് ഇറങ്ങി പോകാൻ പറ. അമ്മേ, ഇതുപോലത്തെ ഓരോ ചടങ്ങ് വേണ്ടാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എന്നിട്ട് അമ്മ കേട്ടില്ലല്ലോ. അമ്മേ, എന്തിനാണമ്മേ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ കെട്ടിയൊരുക്കി നിർത്തി എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്നൊക്കെ വിഷ്ണു. സത്യമേ, ഞാനിപ്പോൾ എന്താ വേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഭാമ പറയുന്നു, നാളും പൊരുത്തം ഒന്നും നോക്കണ്ട, ജോത്സ്യനൊരു മുഹൂർത്തം അങ്ങ് കുറിക്കും. അതെന്ത് വർത്തമാനമായി പറയുന്നത്? ഇവരുടെ ജീവനം വെച്ചാണോ നീ അഹങ്കാരം കാണിക്കുന്നത് എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു, രാഘവേട്ട, ഒരു അനാഥ പെണ്ണിന് ജീവിതം കൊടുക്കാൻ എൻ്റെ മകൻ തയ്യാറാണ്. ഒരു പൊരുത്തവും നോക്കാതെ ഞാനത് നടത്താനും പോവുക. ഒരു അനാഥയ്ക്ക് കൊടുക്കുന്ന ജീവിതത്തിന് നന്മയിലുള്ള രാശിദോഷം അങ്ങ് മാറിക്കോളുമെന്നും ഭാമ പറയുന്നു. അതിന് ആരാണ് അനാഥ എന്ന് ശാലിനി ചോദിക്കുന്നു. ഇവളോ? ഇവൾക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അവർ ഒരിക്കൽ വിവാഹ നിശ്ചയ പന്തലിൽ നിന്ന് അവരെ ധിക്കരിച്ചാണ് ഇവൾ ഇറങ്ങിപ്പോന്നതെന്നും ശാലിനി അവരോട് പറയുന്നു. ജയശങ്കർ എന്ന ചെറുപ്പക്കാരനാണ് ഇവളെ വിവാഹം കഴിക്കാനിരുന്നത്. ശരിയല്ലേടി എന്ന് കാർത്തികയോട് ചോദിക്കുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് കാർത്തിക. ഈ പറയുന്ന ജയശങ്കർ ഒന്നല്ല 2 തവണ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ശാലിനി പറയുന്നു. ആദ്യം വന്നത് വിവാഹ നിശ്ചയ പന്തലിൽ നിന്നും അയാളെ ചതച്ചിട്ട് പോയ വഞ്ചകിയെ തിരക്കി. അന്ന് അയാൾ കാണിക്കാൻ ശ്രമിച്ച ഫോട്ടോ ഇവിടെ ആർക്കും കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും ജയശങ്കറിനെ ഓർക്കുകയാണ് അന്ന് വന്ന ആ ഒരു സന്ദർഭം. അന്ന് ആ ഫോട്ടോ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കില്ലായിരുന്നു എന്ന് ശാലിനി പറയുമ്പോൾ, മോളെ നീ പറഞ്ഞു വരുന്നത് എന്ന് രാഘവൻ ചോദിക്കുന്നു. ശാലിനി പറയുന്നു, അതെ അച്ഛാ, അന്ന് അയാളെ ചതിച്ചിട്ട് പോയത് ഇവളാണ് കാർത്തിക. ടെൻഷനോടെ കാർത്തിക വിഷ്ണുവിനെ നോക്കുന്നു. ഒളിച്ചു താമസിക്കാണ് ഇവൾ ഇവിടെ എല്ലാവരെയും കബളിപ്പിച്ച്. ഇവിടെ ഞാൻ തളർന്നാൽ പിന്നെ ഒരിക്കലും ഇവർക്ക് മുന്നിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. അവസാന നിമിഷം വരെ പൊരുതിയേ പറ്റൂ എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നു. കാർത്തിക, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് എന്നൊക്കെ ഭാമ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു, നുണയാണ് സത്യമേ, ഇവർ പറയുന്നതൊക്കെ നുണയാണ്. എനിക്ക് അങ്ങനെയൊരു ജയശങ്കറിനെ അറിയില്ല. ഈ പറഞ്ഞ രീതിയിലുള്ള മാതാപിതാക്കളും എനിക്കില്ല. എന്നോട് സത്യാമ്മയോടുള്ള പകമൂത്ത് ഇവൾക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ കാർത്തിക പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ കാർത്തികയെ നോക്കുന്നുണ്ട്. വിഷ്ണു, നിനക്കെന്താ പറയാനുള്ളതെന്ന് വിഷ്ണുവിനോട് ചോദിക്കുകയാണ് ഭാമ. വരട്ടെ അമ്മേ, ആ ജയശങ്കർ ഇങ്ങ് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ എന്ന് വിഷ്ണുവും പറയുന്നു. അതെ ഭാമേ, ഈ പറയുന്ന ജയശങ്കർ ഇന്ന് വരും എന്നല്ലേ പറഞ്ഞത് എന്ന് രാഘവൻ. അയാൾ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് കാര്യങ്ങൾ. അടി പതറി നിന്നിട്ട് നീ നിന്റെ ആത്മവിശ്വാസം വിടുന്നില്ലല്ലേ? ഇനി നിന്റെ ഒരു കള്ളത്തരവും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല എന്ന് ശാലിനി കാർത്തികയെ നോക്കി മനസ്സിൽ വിചാരിക്കുന്നു. പെട്ടിയും വട്ടിയും ഒക്കെ എടുത്ത് റെഡിയായിട്ട് നിന്നു. ഇനിയുള്ള ആശ്രയം ജയശങ്കർ മാത്രം. അതുവരെ നാവ് കൊണ്ട് പറയാവുന്ന മുഴുവൻ കള്ളങ്ങളും പറ, പക്ഷെ അത് കഴിഞ്ഞാൽ നാവ് അടക്കിക്കോണം, ഇല്ലെങ്കിൽ മുഖത്തടിക്കും ഞാൻ എന്നും ശാലിനി വിചാരിക്കുകയാണ് കാർത്തികയെ നോക്കി. ഇവരുടെ കല്യാണം നടക്കുമെന്നായപ്പോൾ നീ ഓരോ ഇല്ലാ കഥകളുമായി വരികയാണ് അല്ലേ? സമ്മതിക്കില്ലടി ഞാൻ. നിന്റെ ഒരു നാടകവും ഇനി ഇവരെ വിശ്വസിപ്പിക്കാൻ നീ ശ്രമിക്കണ്ട എന്നെ ഭാമ പറയുകയാണ്. ഇത് കേട്ട് ശാലിനി പറയുന്നു, നാടകം കളിക്കുന്നത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായിക്കോളും. അയാൾ ഇപ്പോൾ തന്നെ ഇവിടെ വരും. ശാലിനി തക്ക സമയത്ത് കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടെല്ലാം എളുപ്പമായെന്ന് വിഷ്ണുവും മനസ്സിൽ വിചാരിക്കുന്നു. കാരണം വിഷ്ണുവിന് ഇനി കാർത്തികയെ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതിൽ ഒരു താല്പര്യവുമില്ല. അയാളിൽ നിന്ന് തന്നെ എല്ലാവർക്കും അറിയാമെന്നും ശാലിനി പറയുന്നു. സത്യമേ, എന്നെ വിശ്വസിക്കണം. ഒരു നാടിനെയും നാട്ടുകാരെയും ജനിപ്പിച്ച അച്ഛനെയും അമ്മയും കെട്ടാനൊരുങ്ങുന്ന ഒരു ചെറുപ്പക്കാരനെയും വഞ്ചിച്ചിട്ടാണ് ഇവൾ ഇവിടെ വന്ന് അനാഥത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാവരെയും ചതിച്ച് നടക്കുന്നത്. ഇവള് പറയുന്നത് പോലെ ജയശങ്കർ വന്നാൽ എല്ലാ കള്ളത്തരവും പൊളിയുമെന്ന് കാർത്തിക വിചാരിക്കുന്നുണ്ട്. ജയശങ്കർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വഞ്ചന സത്യാമ്മ പൊറുക്കില്ല. എങ്ങനെയാണ് ജയശങ്കറിന്റെ വരവ് മുടക്കുന്നത് എന്ന് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ടെൻഷനോടെ വിഷ്ണുവിനെ എല്ലാവരെയും നോക്കുകയാണ് കാർത്തിക. തടഞ്ഞേ പറ്റൂ എന്നും കാർത്തിക വിചാരിക്കുന്നു.
ജയശങ്കറിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എല്ലാവരും. രക്ഷപ്പെടാൻ ഒരു വഴി ആലോചിക്കുകയാണ് കാർത്തികയും. എന്തായാലും മറ്റൊരു കള്ളം ആലോചിച്ചുള്ള നിൽപ്പാണ്. എന്നെ കാർത്തികയെ നോക്കി ശാലിനി വിചാരിക്കുന്നു. കൂട്ടപ്പടക്കത്തിന് തിരികൊളുത്തിയിട്ട് നീ മാറി നിൽക്കുകയാണല്ലേ. കാർത്തിക ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവളാണ്. പക്ഷേ നിന്ന നിൽപ്പിൽ പാതാളത്തിലേക്ക് ചവിട്ടി ഇറക്കിയാലും ചിരിച്ചുകൊണ്ട് ഞാനത് സ്വീകരിക്കും. പക്ഷേ അവസാന ശ്വാസം നിൽക്കുന്നത് വരെ ഒരു ചെറുത്ത് നിൽപ്പ്, തൻ്റെതായ ഒരു പോരാട്ടം അത് ഞാൻ നടത്തും. എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ശാലിനി പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ വരുന്ന ജയശങ്കറിന്റെ ഒരൊറ്റ വാക്കിലെല്ലാം ശരിയാകും. ഈ കാർത്തിക എന്ന ഇത്തിൽ കണ്ണിയെ ശരീരത്തിൽ നിന്നും വലിച്ചു കളയാനുള്ള ഒരു അസുലഭ നിമിഷം, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു തീർപ്പ് ഇന്നിവിടെ ഉണ്ടാകുമെന്നും വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു. എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ, എനിക്കിനി വയ്യ ഈ ഭാരവും കൊണ്ട് ജീവിതം തള്ളി നീക്കാനെന്നും വിഷ്ണു വിചാരിക്കുന്നുണ്ട്. ആ സമയം ജയശങ്കർ ഒരു ഓട്ടോയിൽ അവിടെ എത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.